ഇവിടെ ഒരു 5 വോൾട്ട് വരും സിസ്റ്റത്തിലേക്കുള്ള. ഇവിടെ 5 വോൾട്ട് ഇപ്പോൾ വരുന്നില്ല. വെർട്ടിക്കൽ ഐസിയുടെ എല്ലാ വോൾട്ടേജും ഇവിടെ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ 5 വോൾട്ട് വരാത്തത് ഇവിടെ ഒരു ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണ്. ഇവിടെ ഒരു 27 ഓംസ് റെസിസ്റ്റൻസ് കാണാൻ സാധിക്കും. ഈ റെസിസ്റ്റൻസ് സാധാരണ ഓപ്പൺ ആയാൽ അങ്ങനെ കംപ്ലൈൻറ്റ് വരും. ഞാൻ മുമ്പ് ഒരിക്കലും ഇതുപോലൊരു വീഡിയോ സെനർ ഡയോഡ് ഷോർട്ട് ആയതായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കാണുന്ന സെനർ, ഇവിടെ ഒരു 820 ഓംസ് റെസിസ്റ്റൻസ്. ഇത് സ്വിച്ചിങ്ങിന് വേണ്ടി വരുന്ന IC വരുന്നൊരു ഇൻപുട്ടാണ് ഈ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് പോകുന്ന. അപ്പോൾ ഇത് ഈ 820 ഓംസ് എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഓപ്പണാണ്. അപ്പോൾ അത് മാറിയപ്പോൾ അത് കറക്റ്റായി. അപ്പോൾ ഇതുപോലുള്ള ഈ സെക്ഷനിൽ 5 വോൾട്ട് മിസ്സിങ് ആണെങ്കിൽ, അതായത് ICയുടെ ഈ ഭാഗത്തായിട്ട്, അതായത് ഇവിടെ 5 വോൾട്ട് മിസ്സിങ് ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഈ സ്വിച്ചിങ് സെക്ഷൻ, അതായത് റെഗുലേറ്റിംഗ് സ്വിച്ചിങ് ഒക്കെ നടക്കുന്ന ഭാഗമാണ് ഈ വരുന്ന ട്രാൻസിസ്റ്ററിൻ്റെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് 5 വോൾട്ട് കയറി പോകുന്ന ഭാഗം, 8 വോൾട്ട് 5 വോൾട്ടൊക്കെ. അപ്പോൾ ഇവിടെ വരുന്ന സെനർ ചെക്ക് ചെയ്യുക, ട്രാൻസിസ്റ്റർ ചെക്ക് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള റെസിസ്റ്റൻസ് നോക്കുക. ഇപ്പോൾ ഇവിടെ 820 ഓംസ് ഓപ്പൺ ആയിരുന്നു. ഇപ്പം ഇവിടെ 5 വോൾട്ട് വന്നിട്ടുണ്ട്. ഇവിടെ 5 വോൾട്ട് അടുത്ത് വന്നിട്ടുണ്ട്. കറക്റ്റ് വോൾട്ടാണ് വന്നിട്ടുള്ളത്, 4.7. സ്ക്രീൻ ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഈ കംപ്ലൈൻറ്റ് റെഡി ആയിട്ടുണ്ട്.